ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വില്യാപ്പള്ളി അരിയാക്കുത്തായയുടെയും മൈക്കിൾ കുത്താൻ്റെയും ഇടയിലുള്ള നടുക്കുനി തായ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ നമ്മളെ മാഹി കനാലിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൽ വഴി വരുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര അപകടം നിറഞ്ഞ സ്ഥിതിയിലാണ് ഈ കനാൽ ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ രാത്രി കാലങ്ങളിൽ അല്ലെ പകൽ സമയങ്ങളിൽ കുട്ടികളെല്ലാം പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ വണ്ടികളെല്ലാം പോകുന്ന ഗതാഗതം ഇതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ. കാരണം ഭയങ്കര അപകടം നിറഞ്ഞ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ അന്തരീക്ഷമുള്ളത്. കനാലിൻ്റെ ഇരുവശത്തായിട്ട് മണ്ണ് കൊണ്ട് മൂടിക്കെട്ടിരിക്കുകയാണ്. അതുകൂടാതെ വെള്ളം അടിയൊഴുക്കുന്നത് കൊണ്ട് റോഡ് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാം. അതിശക്തമായ വെള്ളച്ചാട്ടിലാണ് അടിയൊഴുക്കിലൂടെ പോകുന്നത്. നിങ്ങൾ നോക്ക്. കാരണം എന്ന് പറഞ്ഞാൽ റോഡ് അങ്ങ് മുറിഞ്ഞ് ഒന്നായിട്ട് അങ്ങ് പോകും. റോഡ് ഉണ്ടാവില്ല, പിന്നെ കനാലുണ്ടാവും. കണ്ടോ, ഇരുവശത്തായിട്ട് റോഡിൻ്റെ കനാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നാട്ടുകാർ ഇതിൻ്റെ അയൽവക്കത്തുള്ള നാട്ടുകാരനെ ഇവിടെ വന്നിങ്ങനെ നോക്കുകയാണ്. ഏകദേശം സമയം 6-7 മണീൻ്റെ അടുത്തായി. എല്ലാ നാട്ടുകാരെല്ലാം ഇവിടെ വന്നിങ്ങനെ നോക്കുകയാണ്. വലിയ ഒരു അപകടം നിറഞ്ഞത് തന്നെയാണ്. ആൾക്കാരിൽ ഇതിൽ പോയി പോകുമ്പോൾ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞാക്കറ്. എല്ലാവരും നാട്ടുകാരനെ ശ്രദ്ധിക്കുക. കുട്ടികളെ ഒരു കാരണവശാലും ഈ സ്ഥലത്തേക്ക് അടുപ്പിക്കരുത്. നോക്കാണ് കണ്ടങ്ങൾ. ഇത് നോക്ക്. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കാര്യം പോക്കാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ റോഡ് അങ്ങനെ തന്നെ അങ്ങ് ഒലിച്ചു പോകും. ആൾക്കാരെല്ലാം പോകുമ്പോൾ രാത്രി കാലങ്ങൾ കുട്ടികളെല്ലാം പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണോ. ഇതാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ പോകുന്നതിന് JCB വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആൾക്കാരെല്ലാം വന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം ഇരുടിൻ്റെ സമയമായി. ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ എടുക്കുന്നതാണ്. പ്രദേശത്ത് പറഞ്ഞാൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ്. കാരണം വെള്ളത്തിലെല്ലാം ഒരുപാട് ആൾക്കാർ വീണ് മരിക്കലുണ്ട്. ഇത് കാണുന്ന അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ട നടപടികൾ എടുത്തിട്ട് പഴയ രൂപത്തിലേക്ക് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി താഴ്മയെ അപേക്ഷിക്കുന്നു. ഇതൊരു വലിയൊരു അപകടം തന്നെയാണ്. ചെറിയ അപകടം എന്നല്ല, വലിയൊരു അപകടം തന്നെയാണ്. റോഡ് മൊത്തം അങ്ങ് പോകുന്ന കോലത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുട്ടികളൊന്നും ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് സൈക്കിൾ കൊണ്ട് അല്ലെങ്കിൽ നടക്കുമല്ലോ രാത്രി കാലങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടാറ് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്നിരുന്നാലും ഒരു വലിയൊരു അപകടം തന്നെയാണ് ഇത്. ഇനി പെട്ടെന്ന് തന്നെ ഇത് കാണുന്ന അധികാരികൾ ഇതിന് വേണ്ട പെട്ടെന്ന് നടപടികൾ ഇങ്ങോട്ട് സ്വീകരിച്ച് ഇത് പഴയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതൊരു നാടിൻ്റെ പ്രശ്നം തന്നെയാണ്.